സമാധാനം പുലരുമെന്ന പ്രതീക്ഷയിൽ ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് യുക്രൈൻ ജനത. റഷ്യൻ മിസൈലുകൾ തകർത്ത കെട്ടിടങ്ങൾക്കിടയിലും ആഘോഷ ദീപങ്ങൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. യുക്രൈൻ ജനതയുടെ ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക്. നാല് വർഷത്തെ റഷ്യൻ അധിനിവേശത്തിന്റെ മുറിവുകൾ പേറുന്ന യുക്രൈനിന്റെ തലസ്ഥാനമായ കീവിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ദീപാലങ്കാരങ്ങൾ തെളിഞ്ഞു. പകൽ സമയത്ത് പൊതുചത്വരങ്ങളും കടകളുടെ മുൻഭാഗങ്ങളും മാലകളും ക്രിസ്മസ് ട്രീയും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. രാത്രിയിൽ വർണ്ണാഭമായ കാഴ്ചകളും അനുഭവങ്ങളുമാണെങ്കിലും പൊടുന്നനെ സൈറനുകൾ മുഴങ്ങുമ്പോൾ അഭയം തേടി ഷെൽട്ടറുകളിലേക്ക് ഓടേണ്ട സ്ഥിതിയും ഉണ്ടാകാറുണ്ട്. വെളിച്ചങ്ങളുടെ ഉത്സവമായി അടയാളപ്പെടുത്തുന്ന ക്രിസ്മസ് ആഘോഷ രാവുകളിൽ വൈദ്യുതി മുടക്കവും ആഘോഷങ്ങളെ അലങ്കോലപ്പെടുത്താറുണ്ട്. നാറ്റോയിൽ അംഗമാവാനുള്ള യുക്രൈനിന്റെ നീക്കത്തെ റഷ്യ എതിർത്തതായിരുന്നു 4 വർഷത്തോടടുക്കുന്ന യുദ്ധത്തിന് 2022 ഫെബ്രുവരിയിൽ തുടക്കമിട്ടത്. ഇതിനുശേഷം പലതവണ ചർച്ചകൾ നടന്നു. പക്ഷേ യുദ്ധം അവസാനിച്ചില്ല. ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തികാവസ്ഥയെ തന്നെ അട്ടിമറിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനിടെയാണ് നിർണായക ചർച്ചകൾ ബെർലിനിൽ നടക്കാനിരിക്കുന്നത്. അതിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഈ ആഘോഷങ്ങളെന്നും പൊതുവെ വിലയിരുത്താം. ഇക്കാണുന്ന പൊട്ടിപ്പൊളിഞ്ഞ പാർപ്പിടങ്ങളും മൺമറഞ്ഞ കുരുന്നുകളുടെ പാവകളും പറയുന്ന യുക്രൈനിലെ ദുരിത ജീവിതത്തിന് വിരാമമാകണം. ഈ ദീപാലങ്കാരങ്ങൾ ഇന്നാട്ടുകാരുടെ പ്രതീക്ഷകളാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.